നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 മാർച്ച് 29, 30, 31 തീയതികളിലെ ദിനഫലങ്ങൾ, രാശിഫലങ്ങളാണ് ഇതിൽ പറയുന്നത്. ഒരു ദിവസം നമ്മൾ മിനിമം അറിഞ്ഞിരിക്കേണ്ട ജ്യോതിഷ വിവരങ്ങൾ ഏറ്റവും ചുരുക്കിയാണ് ഇതിൽ പറയാൻ ശ്രമിക്കുന്നത്. 12 രാശിക്കാരെക്കുറിച്ചും പറയുന്നുണ്ട്. ഇതിൻ്റെ കറക്റ്റ് ടൈമിംഗ് പറയുകയാണെങ്കിൽ മാർച്ച് 29 ഉച്ചയ്ക്ക് 2:37 PM മുതൽ 2:37 PM മുതൽ മാർച്ച് 31 രാത്രി 9:32 PM വരെയാണ് ഈ ഫലങ്ങൾ അനുഭവവേദ്യമാകുന്നത്. ആദ്യം നമുക്ക് രാഹുകാലം നോക്കാം. ഈ കലണ്ടറിൽ കിടക്കുന്നതൊന്നും കറക്റ്റല്ല. അതുകൊണ്ട് ആദ്യം രാഹുകാലം പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയുന്നതാണ്. പിന്നെ ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. രാഹുകാലം 29-ാം തീയതി വൈകിട്ട് 5:03 PM മുതൽ 6:34 PM വരെയാണ് 29-ാം തീയതി ഞായറാഴ്ച രാഹുകാലം. ഞായറാഴ്ച കലണ്ടറിൽ കിടക്കുന്നത് 4:30 തൊട്ട് 6 മണി വരെ എന്നാണ്. ഓക്കെ. വൈകിട്ട് അത്യാവശ്യം 33 മിനിറ്റിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ മധ്യ കേരളത്തിലെ ഒരു കണക്ക് വെച്ചാണ് ഇത് പറഞ്ഞേക്കുന്നത്. ഇതിനകത്തു നിന്നും ഒരു 2-3 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയെന്ന് വരാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക. പിന്നെ 30-ാം തീയതി രാഹുകാലം രാവിലെ, തിങ്കളാഴ്ച രാവിലെ 7:59 AM മുതൽ 9:29 AM വരെയാണ് 30-ാം തീയതി തിങ്കളാഴ്ച രാഹുകാലം. കലണ്ടറിൽ കിടക്കുന്നത് 7:30 തൊട്ട് 9 മണി വരെയാണ്. അത് കറക്റ്റല്ല. 31-ാം തീയതി രാഹുകാലം ഉച്ചയ്ക്ക് ശേഷം, ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:32 PM മുതൽ 5:03 PM വരെയാണ് 31-ാം തീയതി ചൊവ്വാഴ്ച രാഹുകാലം. കലണ്ടറിൽ കിടക്കുന്നത് ചൊവ്വാഴ്ച 3 മണി തൊട്ട് 4:30 വരെയാണ്. വ്യത്യാസം മനസ്സിലാക്കിക്കോളൂ. ഇനി നമുക്ക് ഭാഗ്യ നിറം നോക്കാം. ഒരു വ്യത്യാസമൊക്കെ വരണമല്ലോ ഓരോ ദിവസവും. 29-ാം തീയതി ഞായറാഴ്ച ചുവപ്പ്, തിങ്കളാഴ്ച 30-ാം തീയതി നീല അല്ലെങ്കിൽ വെള്ള, 31-ാം തീയതി ചൊവ്വാഴ്ച ചുവപ്പ് അല്ലെങ്കിൽ ഇവിടെ ഇളം നിറങ്ങൾ, അതല്ലെങ്കിൽ ഈ നിറങ്ങൾ ഡിസൈനായിട്ട് വരുന്ന വസ്ത്രങ്ങൾ ധരിച്ചാൽ ഭാഗ്യവർദ്ധനം ഉണ്ടാകുന്നതാണ്. ഇനി നമുക്ക് ഈ ഓരോ രാശികളുടെ ഫലം നോക്കാം. ഇത് ഇപ്പോൾ ആദ്യം നമ്മൾ മേടൻ രാശിയാണ് പറയുന്നത്. മേടൻ രാശിക്ക് മാത്രമല്ല ബാധകം, മേടം ലഗ്നം വരുന്നവർക്കും ഇത് ബാധകമാണ്. അതുപോലെ ഓരോ രാശിക്കാണ്. ഓക്കെ. അപ്പം മേടൻ രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ പാദം. മേടൻ രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും സൂര്യനും ശനിയും 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത്, നഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ ഞായറാഴ്ച ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. 7 ശനിയാണ്. ഓക്കെ. ഇവർക്ക് ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല, എങ്കിലും പ്രതികൂലമല്ല. ഓക്കെ. ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനപരമുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. പിന്നൊരു കാര്യം പറയാനുണ്ട് മേടൻ രാശിക്കാരോടും മേടൻ ലഗ്നക്കാരോടും. ഏപ്രിൽ 2-ന്
ചൊവ്വ മാറുന്നുണ്ട്. അത് പ്രതികൂലമായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ഏപ്രിൽ 1-ാം തീയതി വരെ. ഏപ്രിൽ 2-ാം തീയതി 3 മണിയൊക്കെ കഴിഞ്ഞിട്ട്, ഉച്ചയ്ക്ക് 3 മണി കഴിഞ്ഞിട്ട് ചൊവ്വ മാറും. പ്രതികൂലമായിട്ടാണ് മാറാൻ പോകുന്നത്. അപ്പോൾ അത് കൂടാതെ മീനൻ രാശിയിൽ ഏകദേശം 40 ദിവസം ചൊവ്വ പ്രതികൂലമായിട്ട് നിൽക്കും. അതുപോലെ തന്നെ അതിനുശേഷം പിന്നെ ഒരു 40-45 ദിവസം ജന്മത്ത് വരും. അപ്പോൾ ഏകദേശം ഇനി ഈ ഏപ്രിൽ 2 മുതൽ ഒരു 90 ദിവസത്തേക്ക്, ഏകദേശം 90 ദിവസത്തേക്ക് ചൊവ്വ പ്രതികൂലമായിരിക്കും. അപ്പോൾ ഈ 1-ാം തീയതിക്കുള്ളിൽ, ഏപ്രിൽ 1-ാം തീയതിക്കുള്ളിൽ കഴിവതും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. കാരണം ഈ പറയുന്നതൊക്കെ സൂര്യനും ശനിയും ഇപ്പം തന്നെ പ്രതികൂലമാണ്. അതുകൂടാതെ ഈ ചൊവ്വയും കൂടെ അങ്ങോട്ട് കയറാൻ പോയാണ്. അപ്പോൾ 12-ാം ഭാവത്തിൽ വ്യയസ്ഥാനത്ത് ഏപ്രിൽ 10 തൊട്ട് ബുധൻ ഉൾപ്പെടെ പ്രതികൂലമായിട്ട് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അല്പം കാലത്തേക്ക്, ഏകദേശം 10-90 ദിവസത്തേക്ക് അത്യാവശ്യം പ്രശ്നങ്ങളായിരിക്കും. സൂര്യൻ മീനം മേടം മാസങ്ങളിൽ പ്രതികൂലമായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ഈ ഏപ്രിൽ 1-നുള്ളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കഴിവതും ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഇടവൻ രാശി. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം. ഇടവൻ രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. ഒന്നാമത് അവർക്ക് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പോൾ. അത് മാത്രമല്ല, ചൊവ്വ മാറുന്നത് അനുകൂലമായിട്ടാണ്. ചൊവ്വയുടെ മാറ്റത്തെക്കുറിച്ച് ഞാൻ ഒരു പ്രത്യേകം വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഗ്രഹങ്ങളൊന്നുമില്ല ഇപ്പോൾ തൽക്കാലം. അത് മാത്രമല്ല, 6 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ, ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ശനി, ചൊവ്വ, വ്യാഴം, സൂര്യൻ, ഇവയൊക്കെ അനുകൂലമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, മീനമാസം കഴിയുന്നവർ മേടം ഇടവം മാസങ്ങളിൽ സൂര്യൻ പ്രതികൂലമായിരിക്കും. അപ്പോൾ ഈ വരുന്ന ഏപ്രിൽ 14-ന് നമ്മൾ ഈ സൂര്യൻ മാറുമല്ലോ. അപ്പോൾ ഏപ്രിൽ 14-ന് മുമ്പായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യതയാണ് നിലനിൽക്കുന്നത്. അത് ബുദ്ധിപൂർവം, കൗശലപൂർവ്വം, വിവേകപൂർവ്വം നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക. എല്ലാ നേട്ടങ്ങളും നിങ്ങൾക്കുണ്ടാവും. സർവ്വവിധ സൗഭാഗ്യം, സർവകാര്യ വിജയം, ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. ചൊവ്വ അനുകൂലമായതിനാൽ ഇപ്പോഴും അനുകൂലമാണ്. ഈ ഏപ്രിൽ 2-ന് ശേഷവും അനുകൂലമാണ്. അപ്പോൾ ചൊവ്വ അനുകൂലമായതിനാൽ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാകും. അതുകൂടാതെ ശനിയും സൂര്യനും ഒക്കെ വ്യാഴവും ഒക്കെ അനുകൂലമായതുകൊണ്ട് രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച ഉണ്ടാവും. പിന്നെ ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടം ഉണ്ടാവും. നിയമപരമായ പ്രശ്നങ്ങളിൽ അനുകൂലമായ മാറ്റം ഉണ്ടാവും. അപ്പോൾ എല്ലാം കൊണ്ടും നിങ്ങൾക്ക് നല്ല സമയമാണിപ്പോൾ, ഇടവം രാശിക്കും ഇടവം ലഗ്നത്തിനും. ഓക്കെ, അപ്പോൾ നേട്ടങ്ങൾ ഘോഷയാത്രയായിട്ട് വരും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്, സർവകാര്യ വിജയം, സാങ്കേതിക രംഗത്ത് വിസ്മയങ്ങൾ സൃഷ്ടിക്കാനാവും. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽപരമായിട്ടുള്ള വിജയം, അത് ഈ മീനമാസം മുഴുവനുണ്ടാവും. മേടം 1 തൊട്ട് ഒരു 2 മാസത്തേക്ക്, മേട ഇടവം മാസങ്ങളിൽ സൂര്യൻ അനുകൂലമായിരിക്കില്ല. അല്പം ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കഴിവതും ഈ ഏപ്രിൽ 14-ന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ എല്ലാത്തിനും ഒരു വിജയ സാധ്യതയുണ്ട്. ഓക്കെ, ഇനി മിഥുനം രാശി. മകയിരം അവസാന 2 പാദം, തിരുവാതിര പുണർദം ആദ്യ 3 പാദം. മിഥുനം രാശിക്ക് ഗുണാധിക്യമാണ്. ഓക്കെ, കുറച്ച് കാലത്തിന് ശേഷമാണ് അവർക്കൊരു ഗുണാധിക്യം വരുന്നത്. ഇനിയിപ്പോൾ നല്ല കാലം വരാൻ പോവുകയാണ്. വ്യാഴവും ശനിയും പ്രതികൂലമാണെങ്കിലും ചൊവ്വ നമുക്ക്
അനുകൂലമായിട്ട് വരുന്നുണ്ട് ഏപ്രിൽ 2-ന്. കൂടാതെ സൂര്യൻ ഇവിടെ അനുകൂലമാണ്. മീനം മേടം മാസങ്ങളിൽ മിഥുനം രാശിക്ക് സൂര്യൻ അനുകൂലമായിരിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് പൊതുവെ കുറച്ച് കാലത്തേക്ക് ഇനി നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കും. എങ്കിലും ശനിയും വ്യാഴവും പ്രതികൂലമാണ്. ഓക്കെ, വ്യാഴം ജൂൺ 2-ാം തീയതി അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇച്ചിരി നല്ല കാലം വന്ന് തുടങ്ങിയിരിക്കുകയാണ് മിഥുനം രാശിക്ക്. ഓക്കെ, എങ്കിലും ഇപ്പോൾ വ്യാഴവും ശനിയും പ്രതികൂലമാണ്, ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. അപ്പോൾ വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക, ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. മീനം മേടം മാസങ്ങളിൽ ഇവർക്ക് തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. 11-ാം ഭാവത്തിൽ ലാഭസ്ഥാനത്താണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ബന്ധങ്ങൾ ഊഷ്മളമാവും. അതുപോലെ തന്നെ കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടമുണ്ടാവും. അതുപോലെ തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവും ഉണ്ടാവും. അപ്പോൾ മിഥുനം രാശിക്ക് അത്യാവശ്യം നല്ല കാലമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ഓക്കെ, മിഥുനം രാശിക്ക് ഇവിടെ ഈ ദിവസങ്ങളിൽ ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി കർക്കിടകം രാശി, പുണർതം അവസാന പാദം പൂയായില്യം. കർക്കിടകം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് സർപ്പം, വ്യാഴം, ചൊവ്വ, ഇത് 3ഉമാണ് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതിൽ ഏപ്രിൽ 2-ന് നമുക്ക് ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറി ഭാഗ്യസ്ഥാനത്തേക്ക് വരും. ശനിയും ഭാഗ്യസ്ഥാനത്താണ്. അപ്പോൾ അതൊക്കെ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരും. അപ്പോൾ ഈ ഏപ്രിൽ 2 തൊട്ട് കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് തുടങ്ങും നമ്മുടെ കർക്കിടകം രാശിക്ക്. ഓക്കെ, എങ്കിലും സർപ്പവും വ്യാഴവും പ്രതികൂലമാണ്. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. അതുപോലെ ചൊവ്വാഴ്ച മുരുകന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളായിരിക്കും. പക്ഷേ പ്രതികൂലമായിട്ടുള്ള സംഭവങ്ങൾ വളരെ കുറവായിരിക്കും. പൊതുവേ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം പറയുന്നു. ബുധൻ മാത്രമാണ് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് നിൽക്കുന്നത്. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തുമൊക്കെ നേട്ടം ഉണ്ടാവും. എങ്കിലും പൊതുവെ ഗുണദോഷ സമ്മിശ്രമാണ്. എങ്കിലും പൊതുവെ ഒരു ഏപ്രിൽ 2-ന് ശേഷം കർക്കിടകം രാശിക്ക് അത്യാവശ്യം നല്ല കാലം തുടങ്ങും. ചൊവ്വയും സൂര്യനുമൊക്കെ കർമ്മഭാവത്തിലും ലാഭസ്ഥാനത്തൊക്കെ വരാൻ പോവുകയാണ്. കർക്കിടക രാശിക്ക് മേടം, ഇടവം രാശികളിൽ സൂര്യൻ നിൽക്കുമ്പോൾ മേടം, ഇടവം മാസങ്ങളിൽ കർക്കിടക രാശിക്ക് അനുകൂലമായിട്ടുള്ള സംഭവങ്ങൾ നടക്കും. എന്തായാലും ഈ ദിവസങ്ങളിൽ അത്ര വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കേണ്ട. എങ്കിലും ക്ഷേത്ര ദർശനവും മന്ത്രജപങ്ങളും നമ്മുടെ ഈ കർമ്മശുദ്ധിയുമൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ, ദാനധർമാദികളൊക്കെ അനുഷ്ഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയ വലിയ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ചിങ്ങം രാശി, മകം, പൂരം, ഉത്രം, ആദ്യപാദം. ചിങ്ങം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ, ശുക്രൻ, വ്യാഴം ഇത് 3ഉം അനുകൂലമാണ്. ബന്ധങ്ങൾ ഊഷ്മളമാവും, ഭൗതിക സുഖങ്ങൾ. എങ്കിലും ഇതിനൊക്കെ ഒരു തടസ്സമാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വ, സൂര്യൻ, ശനി, സർപ്പം, ശിഖി ഇതെല്ലാം പ്രതികൂലമായിട്ട് 5 പാവഗ്രഹങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അത് ഒക്കെ മറികടക്കാൻ ക്ഷേത്ര ദർശനം, മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ ദാനധർമാദികൾ, അതുപോലെ തന്നെ ഈ കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി ഇവയൊക്കെ അനുഷ്ഠിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ദോഷാധിക്യം മറികടക്കാൻ പറ്റും. ചിങ്ങം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി കന്നി രാശി, ഉത്രം അവസാന 3 പാദം, അത്തം, ചിത്തിര ആദ്യ 2 പാദം. കന്നി രാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ നമുക്ക് ഇവിടെ പ്രതികൂലമായിട്ട് നിൽക്കുന്നു. അതുപോലെ തന്നെ ശനിയും സൂര്യനും
പ്രതികൂലമായിട്ട് നിൽക്കുകയാണ് 7ാം ഭാവത്തിൽ. അപ്പോൾ ജീവിത പങ്കാളിയായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സെക്സുമായിട്ട് അല്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വിവേകപൂർവ്വം പരിഹരിക്കുക. തിങ്കളാഴ്ചയും ഞായറാഴ്ചയും ശിവന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ഭൂമി ക്രയവിക്രയങ്ങളുടെ നേട്ടമുണ്ടാവും. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ചയുണ്ടാവും. പൊതുവെ കന്നിരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. ഇനി തുലാം രാശി. ചിത്തിര അവസാന 2 പാദം, ചോതി, വിശാഖം ആദ്യ 3 പാദം. തുലാം രാശിക്ക് അത്യധികം ഗുണാധിക്യമുള്ള ദിവസങ്ങളാണ്. ചന്ദ്രൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. സർപ്പവും ശിഖയും അനുകൂലമാണ്. അപ്പോൾ ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. പിന്നെ ശനി അനുകൂലമായതിനാൽ ശനിയും സൂര്യനും അനുകൂലമാണ്. അതുപോലെ തന്നെ ചൊവ്വ അനുകൂലമായിട്ട് ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ട് വരുന്നു ഏപ്രിൽ 2 തൊട്ട്. അപ്പോൾ ശത്രുക്കൾ നിഷ്പ്രഭരാകും. 6ാം ഭാവത്തിൽ 3 പാപഗ്രഹങ്ങൾ കയറി അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് അനുകൂലമായിട്ടുള്ള സംഭവങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ശനി അനുകൂലമായതുകൊണ്ട് എല്ലാത്തിലും ഒരു വിജയസാധ്യത കാണും. അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് നേട്ടങ്ങളുണ്ടാവും. പിതൃഗുണം, സന്താന നേട്ടം, തൊഴിൽ ഭാഗ്യം അത് ഈ മീനമാസം മുഴുക്കെ ഉണ്ടാവും. വ്യാഴം അനുകൂലമാണ്. 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്ത് വയ്ക്കുന്നു. സർവ്വവിധ സൗഭാഗ്യം, ഭൗതിക സുഖങ്ങൾ, ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്. പൊതുവെ തുലാം രാശിക്ക് ഇടിവെട്ട് സൗഭാഗ്യമാണ്. പ്രതികൂലമായിട്ട് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് ഒരു ഗ്രഹവുമില്ല. 3 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. ഇപ്പോൾ അതിനെക്കാട്ടിലും മെച്ചമായിട്ടുള്ള കാലം വരും. ഈ ഏപ്രിൽ 2-ന് നമുക്ക് ഇവിടെ ചൊവ്വ അനുകൂലമായിട്ട് വരുമ്പോൾ. ഓക്കെ, ഇപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ചൊവ്വ. ഓക്കെ, ഏപ്രിൽ 2 തൊട്ട് തുലാം രാശിക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട കാലം വരും. തുലാം രാശിക്ക് മാത്രമല്ല, തുലാം ലഗ്നത്തിനും. ഓക്കെ, ഇനി വൃശ്ചികം രാശി. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ഗുണദോഷ സമ്മിശ്രമാണ്. 5 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് നിൽക്കുന്നു. എങ്കിലും ചൊവ്വയും വ്യാഴവും ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്. ചൊവ്വാഴ്ച മുരുകന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് വഴിപാടുകൾ നടത്തുക. ഇവർക്ക് പൊതുവെ വലിയ നേട്ടങ്ങളൊന്നും ഇല്ലാത്ത ദിവസങ്ങളാണെങ്കിലും കാര്യമായ ദുരിതങ്ങളൊന്നും വരില്ല. എങ്കിലും അപകട സാധ്യത, വാഹനങ്ങളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കാം. ഓക്കെ, വൃശ്ചികം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി ധനുരാശി. മൂലം, പൂരാട, ഉത്രാട ആദ്യ പാദം. ധനുരാശിക്ക് ഗുണാധിക്യമാണ് കാണുന്നത്. എങ്കിലും ചന്ദ്രൻ ഡയറക്റ്റായിട്ട് അനുകൂലമല്ല. ഓക്കെ, ഇവർക്ക് ഭാഗ്യപരീക്ഷണങ്ങളിൽ സാധ്യതയുണ്ട്. ബന്ധങ്ങൾ ഊഷ്മളമാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവ്, ഭൂമി വിക്രയങ്ങളിലൂടെ നേട്ടം, രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഉയർച്ച. ശനി പ്രതികൂലമാണ്, കണ്ടക ശനിയാണ്. അപ്പോൾ ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. ഇനി മകരം രാശി. ഉത്രാടം അവസാന 3 പാദം, തിരുവോണം, അവിട്ടം ആദ്യ 2 പാദം. ചന്ദ്രൻ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, അഷ്ടമത്തിലാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങൾക്ക് തടസ്സമുണ്ടാവും. വ്യാഴവും പ്രതികൂലമാണ്. ഭൗതിക സുഖങ്ങൾക്ക് ഒരു പൊലിമ കുറയും. എങ്കിലും 4 ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ശനിയും സൂര്യനും. അപ്പോൾ ഇവർക്ക് ശനിയുടെ അനുകൂലാവസ്ഥ കൊണ്ട് എല്ലാ കാര്യത്തിനും ഒരു വിജയസാധ്യതയുണ്ടാവും. അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് നേട്ടമുണ്ടാവും. സൂര്യൻ അനുകൂലമാണ് മേടമാസത്തിൽ മുഴുവൻ തൊഴിൽ ഭാഗ്യം, പിതൃഗുണം, സന്താന നേട്ടം ഇവയൊക്കെ ഉണ്ടാവും. കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ച ഉണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവുണ്ടാവും. എങ്കിലും ഇവർ
തിങ്കളാഴ്ച ശിവന്, വ്യാഴാഴ്ച മഹാവിഷ്ണുവിന്, വെള്ളിയാഴ്ച ചാമുണ്ടിക്ക് അല്ലെങ്കിൽ ഗണപതിക്ക് വഴിപാടുകൾ നടത്തുക. മകരം രാശിക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. ഇനി കുംഭം രാശി, അവിട്ടം അവസാന 2 പാദം, ചതയം പൂരിട്ടാതി ആദ്യം 3 പാദം. കുംഭം രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസമാണ്. ചന്ദ്രൻ, വ്യാഴം, ശുക്രൻ അനുകൂലമായതിനാൽ ബന്ധങ്ങൾ ഊഷ്മളമാവും. വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവുണ്ടാവും. ഭൗതിക സുഖങ്ങൾ. എങ്കിലും 5 ഗ്രഹങ്ങൾ ഡയറക്റ്റായിട്ട് പ്രതികൂലമാണ്, 4 പാപഗ്രഹങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ ഇതിനൊക്കെ ഒരു തടസ്സമൊക്കെ കാണും. പൊതുവേ ദിവസങ്ങൾക്ക് വലിയ ഒരു പൊലിമ കാണില്ല. ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും എല്ലാ ദിവസവും ദർശനം നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. കുംഭൻ രാശിക്ക് ഗുണദോഷ സമ്മിശ്രത്തിൽ തന്നെ അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. ഇനി മീനം രാശി, പൂരിട്ടാതി ആദ്യപാദം, അവസാന പാദം, ഉത്രട്ടാതി, രേവതി. മീനം രാശിക്ക് അല്പം പ്രശ്നമുള്ള ദിവസങ്ങളാണ്. പൊതുവെ ഇനിയിപ്പോൾ ചൊവ്വയും ജന്മത്തിലേക്ക് വരികയാണ്. അപ്പോൾ 3 പാപഗ്രഹങ്ങൾ ജന്മത്ത് വരികയാണ്. അപ്പോൾ ശാരീരിക മാനസിക അസ്വസ്ഥതകൾ പ്രതീക്ഷിക്കുക. ഓക്കെ, അപകടങ്ങൾ കരുതിയിരിക്കുക. ഞായറാഴ്ച ശിവന്, ചൊവ്വാഴ്ച മുരുകന്, ബുധനാഴ്ച ശ്രീകൃഷ്ണന് വഴിപാടുകൾ നടത്തുക. ശനിയാഴ്ച ശിവന്, അയ്യപ്പന്, ശനിക്ക് വഴിപാടുകൾ നടത്തുക. എല്ലാ ദിവസവും ശിവക്ഷേത്രത്തിലും സർപ്പപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുക. മീനൻ രാശിക്ക് ചന്ദ്രനും ശുക്രനും ഒക്കെ അനുകൂലമാണ്. എങ്കിലും പൊതുവെ ഒരു തടസ്സങ്ങൾ എല്ലാത്തിനും കാണും. കഴിവതും ഏപ്രിൽ 2 മുമ്പായിട്ട് അത്യാവശ്യം നടത്തേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാൻ ശ്രമിക്കുക. കാര്യം ചൊവ്വ കൂടുതൽ പ്രതികൂലമായിട്ട് ജന്മത്തിൽ വരാൻ പോവുകയാണ്. അപ്പോൾ മീനം രാശിക്കാർ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കർമ്മത്തിൽ പാലിക്കേണ്ട വിശുദ്ധി, അതുപോലെ തന്നെ ദാനധർമാദികൾ ഇവയൊക്കെ അനുഷ്ഠിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ദോഷാധിക്യം മറികടന്ന് ഗുണാധിക്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി ബ്രഹ്മമുഹൂർത്തം നോക്കാം. 29-ാം തീയതി രാവിലെ 4:52 AM മുതൽ രാവിലെ 5:40 AM വരെയാണ് 29-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 30-ാം തീയതി 4:51 AM മുതൽ 5:39 AM വരെയാണ് 30-ാം തീയതി ബ്രഹ്മമുഹൂർത്തം. 31-ാം തീയതി 4:50 AM മുതൽ 5:38 AM വരെയാണ് ബ്രഹ്മമുഹൂർത്തം. 31-ാം തീയതി 29-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. 29-30 തീയതികളിൽ അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:07 PM മുതൽ 12:55 PM വരെയാണ് 29-30 ദിവസങ്ങളിൽ അഭിജിത്ത് മുഹൂർത്തം. 31-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:06 PM മുതൽ ഉച്ചയ്ക്ക് 12:55 PM വരെയാണ് 31-ാം തീയതി അഭിജിത്ത് മുഹൂർത്തം. അഭിജിത്ത് മുഹൂർത്തത്തിലും ബ്രഹ്മമുഹൂർത്തത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാർത്ഥനകൾക്കും ക്ഷേത്ര ദർശനത്തിനും പ്രാധാന്യം നൽകുക. ഇനി നമുക്ക് ഭാഗ്യ നമ്പറുകൾ നോക്കാം. 29/3/2026 6 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 2, 9, 8, 3, 0 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 30/3/2026 7 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 3, 0, 2, 6, 9 ഇവയും ഭാഗ്യസംഖ്യകളാണ്. 31/3/2026 8 ഏറ്റവും വലിയ ഭാഗ്യസംഖ്യ. 9, 4, 3, 2, 1 ഇവയും ഭാഗ്യസംഖ്യകളാണ്. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.